ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ടിട്ട് ഞാൻ തലയിൽ കുറച്ച് ട്രീറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു പാക്ക് ഇട്ടേക്കുവാണ് തലയിൽ ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവ ഒരു സ്പൂൺ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടിട്ട്, അരമണിക്കൂറൊന്നും വെക്കേണ്ട, 10-20 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷേ ഞാനിവിടെ വേറെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടിട്ട് അത് വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേശവർദ്ധിനി എന്ന് പറഞ്ഞ ചെടി. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. സോളിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചുമ്മാ പുറത്ത് നിൽക്കണുണ്ടപ്പോൾ പറിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ ചുമ്മാ ഇതിൻ്റെ ഇലയൊക്കെ കയ്യിലിട്ട് തിരുമ്മി ചുമ്മാ ഞാൻ എൻ്റെ പുരികത്തിൽ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പുരികത്തിൽ പുരട്ടിയത് ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുരികം പെട്ടെന്ന് വളർന്നു, നല്ല ഡാർക്കായി. പിന്നെ കൺപീലിയിലും പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഗ്രോത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കൺപീലിയൊക്കെ എന്താണാവും ഇത്രയും വളർന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഈ കാര്യമേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് പുരട്ടിയിട്ടാണത് വളർന്നതെന്നുള്ളത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല എടുത്തിട്ട്, ഇതൊരു തണുത്ത എഫക്റ്റ് തരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഒരു വയലറ്റ് കളറിലെ പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. പക്ഷേ കുറേ ഫ്ലവേഴ്സൊന്നും ഇല്ലെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഇല നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് കൊണ്ട് തല കഴുകണമെന്ന് നല്ലതാണ്. ഇത് പാക്കായിട്ട് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേശവർദ്ധിനിയുടെ ചെടി ഇതിൻ്റെ രൂപത്തിലുള്ള വേറൊരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഓണത്തിനൊക്കെ പൂവിടാനായിട്ടൊക്കെ നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോൾ ഒരു വയലറ്റ് കളറിലെ പൂക്കളുണ്ട്, അതല്ല ഇത്. ഇതിൻ്റെ ലീഫ് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതാണ് ഇതിൻ്റെ ലീഫും ഇതിൻ്റെ ഫ്ലവറും നോക്കിയേക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.